ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഡിഫറെൻറ്റ് കോസസ് ഓഫ് ഫൗണ്ടേഷൻ ഫെയിലിയർ ആണ്. ഫൗണ്ടേഷൻ ഫെയിലിയറിൻ്റെ കോസസ് ഓരോന്നും പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് പറയാൻ പോവാണ്, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഒരു ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ആ ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിൻ്റെ, ബിൽഡിങ് തന്നെ ആവണം എന്നില്ല, ഒരു സ്ട്രക്ചർ, ആ സ്ട്രക്ചറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് അല്ലെങ്കിൽ എലമെൻസിൽ ഒന്നാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണ്? ആ മുകളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് വരുന്ന എല്ലാ ലോഡും ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ താഴെയുള്ള എർത്തിലേക്ക് അല്ലെങ്കിൽ സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമ്മൾ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ ആ മാക്സിമം ബെയറിംഗ് കപ്പാസിറ്റി സോയിലിൻ്റെ എത്രയാണ്, അതിൽ മാക്സിമം വരുന്ന സ്ട്രെസ് എത്രയാണ്, മൊമെൻ്റ് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്തിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ മുകളിൽ വരുന്ന എത്ര മാക്സിമം ലോഡ് വരുന്നുണ്ടോ, എത്ര സ്ട്രെസ്സ് വരുന്നുണ്ടോ, അതിനനുസരിച്ചിട്ട് ഫെയിലിയർ ആവാതെ നിലനിൽക്കുക എന്നുള്ളതാണ് ഫൗണ്ടേഷൻ്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ്. ഓക്കെ, അതുപോലെ തന്നെ മുകളിലുള്ള സ്ട്രക്ചറിനെ സ്റ്റേബിളായിട്ട് നിലനിർത്തുക എന്നുള്ളതും ആ ഒരു ഫൗണ്ടേഷൻ്റെ ധർമ്മം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ ഫെയിലിയറിനെ കുറിച്ചിട്ട് നമ്മൾ അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫൗണ്ടേഷൻ ഫെയിലിയേഴ്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഷിയർ ഫെയിലിയേഴ്സ്, മെയിനായിട്ട് ഷിയർ ഫെയിലിയേഴ്സാണ് സോയിലിൽ വരുന്നത്. പഞ്ചിങ് ഫെയിലിയർ, ജനറൽ ഷിയർ ഫെയിലിയർ, ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫെയിലിയേഴ്സ് വരാനുള്ള കോസസ്, കാരണങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അൺഈക്വൽ സെറ്റിൽമെൻറ്റ് ഓഫ് സോയിൽ, അൺഈക്വൽ സെറ്റിൽമെൻറ്റ് ഓഫ് മേസൺറി, സബ് സോയിൽ മോയ്സ്ചർ മൂവ്മെൻറ്റ്, ലാറ്ററൽ പ്രഷർ ഓൺ എർത്ത് സൂപ്പർ സ്ട്രക്ചർ, ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് എർത്ത്, ട്രാൻസ്പിറേഷൻ ഓഫ് ട്രീസ് ആൻഡ് ഷേർബ്സ്, അറ്റ്മോസ്ഫിയറിക് ആക്ഷൻസ്. ഇതൊക്കെയാണ് കോസസ് ഓഫ് ഫൗണ്ടേഷൻ ഫെയിലിയർ എന്ന് പറയുന്നത്. ഇതാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിലാദ്യത്തേത് അൺഈക്വൽ സെറ്റിൽമെൻറ്റ് ഓഫ് സോയിൽ. സോയിലിൽ വരുന്ന അൺഈവൻ ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ്, ഇത് കാരണം ഫൗണ്ടേഷനിൽ ക്രാക്സ് ഡെവലപ്പ് ചെയ്യാനും അത് മുഖേന ഫൗണ്ടേഷൻ ഫെയിലിയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെയൊക്കെയാണ് സോയിലിൽ അൺഈവൻ ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ് വരിക? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഓവർലോഡിങ് വരിക, അതല്ലെങ്കിൽ അൺഈവൻ ആയിട്ടുള്ള ലോഡ് ഡിസ്ട്രിബ്യൂഷൻസ് സ്ട്രക്ചറിൽ വരിക, അതും അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സെൻട്രിക് ലോഡിങ്സ് എക്സ്ട്രാ വരിക, സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റിക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരിക. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ സോയിലിൽ വരുന്ന സെറ്റിൽമെൻറ്റ്, അൺഈവൻ ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ് കാരണം ഫൗണ്ടേഷൻസ് ഫെയിലിയർ ആവാറുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുമ്പോഴും അതുപോലെ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് റെമഡീസും കൂടി പറയുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, അതായത് സോയിൽ സെറ്റിൽമെൻറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള 2-3 മാർഗ്ഗങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഹാർഡ് സ്ട്രാറ്റംസ് അല്ലെങ്കിൽ റോക്ക് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അവിടെ അതിലേക്ക് ഫൗണ്ടേഷൻ റെസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോയിലിൻ്റെ ടൈപ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഫൗണ്ടേഷൻസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫൗണ്ടേഷൻസ് മാത്രമല്ല, സ്ട്രക്ചറും എല്ലാതും നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ സോയിലിനെ പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സോയിലിൻ്റെ ടൈപ്പും അതിൻ്റെ ബിഹേവിയറും മനസ്സിലാക്കിയിട്ട് വേണം ഫൗണ്ടേഷൻസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ അതിൽ വരുന്ന മാക്സിമം പ്രഷർ പെർമിസിബിൾ ബെയറിംഗ് പ്രഷറിനേക്കാളും കൂടുതലാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യാനും കൺസ്ട്രക്റ്റ് ചെയ്യാനും. അടുത്തത് അൺഈക്വൽ സെറ്റിൽമെൻറ്റ് ഓഫ് മേസൺറി. മേസൺറിയിൽ അൺഈക്വൽ ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ് വരെയും അങ്ങനെ ക്രാക്സ് ഡെവലപ്പ് ചെയ്യും. ഇത് കാരണം ഫൗണ്ടേഷൻ ഫെയിലിയർ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യം അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്രാക്സ് മെയിനായിട്ട് മേസൺറിയിൽ വരുന്നത് ഓവർലോഡിങ് കാരണമായിരിക്കും. മേസൺറിയിലെ അകത്തുള്ള മോർട്ടാർ കറക്റ്റായിട്ട് ഹാർഡ് ആവുന്നതിന് മുന്നേ നമ്മളിതുപോലെ സ്ട്രക്ചറിൽ എന്തെങ്കിലും ലോഡൊക്കെ വരികയാണെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുക, ഷ്രിങ്കേജ് അല്ലെങ്കിൽ കംപ്രഷൻ വരും ഈ മോർട്ടാറിൽ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവിടെ ക്രാക്സ് ഡെവലപ്പ് ചെയ്യാനും അങ്ങനെ ഈ ഒരു ഫെയിലിയർ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മേസൺറി കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ ഒരു മിനിമം ഹൈറ്റിലെ ആദ്യത്തെ ദിവസം നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് ഹാർഡായതിന് ശേഷം മാത്രം അതിൻ്റെ മുകളിലേക്ക് പ്രൊസീഡ് ചെയ്ത് പോവുക. അത് ഒരു പോയിൻ്റ്. പിന്നത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് മോർട്ടാർ ആയാലും കറക്റ്റ് വർക്കബിലിറ്റിയിൽ കറക്റ്റ് സ്റ്റിഫായിട്ട് ആ മോർട്ടാർ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്.
സിമൻറ്റ് മോർട്ടാറൊക്കെ ആണെങ്കിൽ 1.5 മീറ്റർ വരെ ഒരു ദിവസം കൺസ്ട്രക്റ്റ് ചെയ്യാവൂ. അത് കഴിഞ്ഞിട്ട് അത് ഹാർഡായതിന് ശേഷം മാത്രം പിന്നീട് പ്രൊസീഡ് ചെയ്യുക. അതുപോലെ ഈ സിമൻറ്റ് മോർട്ടാറൊക്കെ ആണെങ്കിൽ ക്യൂറിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ക്യൂറിങ് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് കൺസ്ട്രക്ഷൻ പ്രൊസീഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ മേസൺറി വർക്ക് ചെയ്യുമ്പോൾ വളരെ സ്ലോ ആയിട്ട് വേണം നമ്മളത് പ്രൊസീഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. അടുത്ത പോയിൻ്റാണ് സബ്സോയിൽ മോയ്സ്ചർ മൂവ്മെൻറ്റ്. അതായത് ചില സ്ഥലങ്ങളിൽ മെയിനായിട്ട് ഈ കൊഹസീവ് സോയിൽസൊക്കെ ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ വാട്ടർ ടേബിളിന് എന്തെങ്കിലും ഡിഫറൻസ് വരുന്ന സാഹചര്യങ്ങളിൽ, അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ഇപ്പോൾ വാട്ടർ ടേബിൾ റൈസ് ചെയ്യാമെന്ന് വിചാരിക്കുക, മുകളിലേക്ക് പൊന്തി വരികയാണെങ്കിൽ അപ്പോൾ എന്താ ഉണ്ടാവുക, അവിടുത്തെ സോയിൽ സ്വെല്ല് ചെയ്യും. ഇനി വാട്ടർ ടേബിൾ താഴത്തേക്ക് നല്ലോണം താഴത്തേക്ക് ലോവർ ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവുക, മുകളിലെ ഭാഗത്തായിട്ട് ഇത് ഇങ്ങനെ ക്രാക്സ് ഡെവലപ്പ് ചെയ്യും. ഇങ്ങനെ ഉണ്ടാവുന്ന സോയിലിൻ്റെ ബിഹേവിയർ അനുസരിച്ചിട്ട് ഫൗണ്ടേഷൻസിന് ഫെയിലിയേഴ്സ് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഉള്ള മണ്ണിലാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫൂട്ടിങ്സ് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് റോക്കോ അല്ലെങ്കിൽ ഹാർഡ് സ്ട്രാറ്റോം അവൈലബിൾ ആണെങ്കിൽ അവിടത്തേക്ക് ഫൗണ്ടേഷൻ ഇറക്കി കൺസ്ട്രക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു റെമഡി ആയിട്ട് പറയുന്നത്. അടുത്ത പോയിൻ്റ് ലാറ്ററൽ പ്രഷർ ഓൺ ദ സൂപ്പർ സ്ട്രക്ചർ. ലാറ്ററൽ പ്രഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിൻഡ്, എർത്ത് ക്യൂക്ക് പോലെയുള്ള ഫോഴ്സസ് ആണ്. ഇങ്ങനെയുള്ള ഹെവി ഫോഴ്സസ് വരുമ്പോൾ നമ്മൾ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ള ഫോഴ്സ് കൺസിഡർ ചെയ്യാതെ ആണെങ്കിൽ ആ ഒരു ഫൗണ്ടേഷനും ബിൽഡിങ്ങും അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സും എല്ലാം ഫെയിലിയർ ആയിട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റെമഡി എന്ന് പറയുന്നത്, നമ്മൾ ബിൽഡിങ്ങോ അല്ലെങ്കിൽ സ്ട്രക്ചറോ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ഫോഴ്സസ്, ലാറ്ററൽ പ്രഷേഴ്സ് അല്ലെങ്കിൽ ഫോഴ്സസ് കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രം ഇത് ഡിസൈൻ ചെയ്യുക, എന്നിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത റീസൺ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് എർത്ത്. ഈ ഒരു റീസൺ മെയിനായിട്ട് വരുന്നത് സ്ലോപ്സിൽ അതുപോലെ റിവർ ബാങ്ക്സിലൊക്കെയാണ്. ഇങ്ങനെ വരുമ്പോൾ എർത്തിൻ്റെ ഒരു ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ആണ് അവിടെ വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുക, പ്രോപ്പറായിട്ടുള്ള റീറ്റെയിനിങ് വാൾസ്, പ്രോപ്പറായിട്ടുള്ള ഫൂട്ടിങ്സ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ സോയിലിനെ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ സ്ലോപ്പ് സ്റ്റെബിലൈസേഷൻ മെത്തേഡ്സ് ഉണ്ട്, അത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതും നമുക്ക് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഈ ഒരു ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റിൻ്റെ, എർത്തിൻ്റെ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ഇവിടുത്തെ സോയിലിൻ്റെ ബിഹേവിയർ അതുപോലെ വാട്ടർ ടേബിളിൻ്റെ ബിഹേവിയറൊക്കെ കൺസിഡർ ചെയ്തിട്ട് മാത്രം ഡിസൈൻ ചെയ്തിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുക സ്ട്രക്ചേഴ്സ്. ഇനി വരുന്നൊരു പോയിൻ്റ് ട്രാൻസ്പിറേഷൻ ഓഫ് ട്രീസ് ആൻഡ് ഷെർബ്സ് ആണ്. അതായത് വലിയ മരങ്ങളുടെയൊക്കെ റൂട്ട്സ് താഴേക്ക് ഇറങ്ങിയിട്ട് അടുത്തുള്ള സ്ട്രക്ചേഴ്സിൻ്റെ ഫൗണ്ടേഷൻ്റെ അടുത്തേക്ക് എത്തി ആ ഫൗണ്ടേഷനിൽ ക്രാക്സ് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ ചില സ്ഥലങ്ങളിലും ചില പിക്ചേഴ്സിലൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെയും ഫൗണ്ടേഷൻസ് ഫെയിലിയർ ആയിട്ട് പോകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെമഡി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, ഇതുപോലെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന വലിയ വലിയ മരങ്ങളുടെ അടുത്തുനിന്ന് നമ്മൾ ചെയ്യുന്ന കൺസ്ട്രക്ഷൻസ് മാറ്റി പണിയാന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫൗണ്ടേഷൻസിന് പ്രോപ്പറായിട്ടുള്ള ഡെപ്തും കൂടി കൊടുത്തിട്ട് വേണം നമ്മൾ ഫൗണ്ടേഷൻ കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, അടുത്ത പോയിൻ്റ് അറ്റ്മോസ്ഫറിക് ആക്ഷൻസ് ആണ്. അതായത് ടെമ്പറേച്ചറിൽ വരുന്ന വ്യതിയാനങ്ങൾ, അതുപോലെ തന്നെ ഹെവി ആയിട്ട് വരുന്ന റെയിൻഫോൾസ്, ഇതൊക്കെ കാരണം ഫൗണ്ടേഷൻ ഫെയിലിയർ സംഭവിക്കാറുണ്ട്. ഡിസൈനിലും കൺസ്ട്രക്ഷനിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇങ്ങനത്തെയുള്ള ഫെയിലിയേഴ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഈ അറ്റ്മോസ്ഫറിക് ആക്ഷൻസ് മുഖേന ഉണ്ടാവുന്ന ഫെയിലിയേഴ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ പ്ലിന്ത് ബീം കറക്റ്റായിട്ട് പണിയുക, ഡാം പ്രൂഫിങ് കറക്റ്റായിട്ട് കൊടുക്കുക, വാട്ടർ ടേബിൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ വാട്ടർ ടേബിൾ കൺസിഡർ ചെയ്യുക, അത് എപ്പോഴും ലോവറായിട്ട് നിർത്താനാണ് ശ്രമിക്കുക. അത് നമ്മളുടെ സൈറ്റിൻ്റെ പ്രത്യേകതയ്ക്ക് അനുസരിച്ചിട്ട്, നമ്മുടെ സോയിലിൻ്റെ പ്രത്യേകതയ്ക്ക് അനുസരിച്ചിട്ടൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാനും കൺസ്ട്രക്റ്റ് ചെയ്യാനും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഫൗണ്ടേഷൻ ഫെയിലിയേഴ്സിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് കോസസ് ഓഫ് ഫൗണ്ടേഷൻ ഫെയിലിയേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.